പ്രാർത്ഥനയുടെയും ആരാധനയും 2562 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ അനേക കുടുംബാംഗങ്ങൾ നമ്മുടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവചനം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഒരുപക്ഷെ ഇന്ന് പ്രയാസങ്ങളുടെ നടുവിലാണെങ്കിലും നമ്മുടെ സങ്കേതം നമ്മുടെ യേശു കർത്താവ് തന്നെയാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായി എപ്പോഴും കൂടി ഉള്ളതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിവിധ വെല്ലുവിളികളുടെ കടന്നു പോകുന്നുണ്ട്, പ്രയാസങ്ങളായിരിക്കുന്നു, ദുഃഖത്തിലായിരിക്കുന്നു, രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. കർത്താവ് നിന്റെ വിടുതലും സൗഖ്യം എല്ലാവരും അനുഭവിക്കാൻ ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ നിമിഷവും യേശുവേ അങ്ങയുടെ വലിയ സാന്നിധ്യത്താലും ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആരാധനയുടെ 2562 ദിവസം യേശുവിന് വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മെ ദൈവം സഹായിക്കുന്നു. മാത്രമല്ല, നാം ദൈവ സാന്നിധ്യം നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കുക, മഹത്വപ്രദം ചെയ്യുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രേംകേളയിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലും ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവർ വിളിച്ചു പറയുന്നുണ്ട്. വളരെ സീരിയസ് ആയിരിക്കുന്ന വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ അകത്തുള്ള ഉറപ്പും വിശ്വാസവും യേശു കർത്താവ് തിരുവചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ആ ഉറപ്പോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ അറിയിച്ചു, അവർക്ക് അറിയാവുന്ന ഒരു കുട്ടി വന്നിട്ട് ബൈക്ക് ആക്സിഡന്റായി. ഡോക്ടർമാർ വളരെ സീരിയസ് ആ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥിക്കണം. പ്രേക്ഷക കുടുംബങ്ങൾ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും ആ സഹോദരി അറിയിച്ചു, പ്രാർത്ഥനയുടെ ഫലപ്പെട്ട പ്രയാസങ്ങളെല്ലാം കർത്താവ് മാറ്റി ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. തോമസ് വാട്സപ്പിൽ അറിയിച്ചിരുന്ന അവരൊരു കസിന് ഹാർട്ട് അറ്റാക്ക് വന്നു, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരിക്കുമ്പോഴാണ് ആ വിഷയം പ്രാർത്ഥനാ വിഷയമായി നമ്മളെവിടെ അറിയിച്ചത്. നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ നമ്മെ അറിയിച്ചിരിക്കുന്നു, യേശു പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് നൽകി കൊടുത്തു. വാട്സപ്പിൽ സഹോദരൻ അറിയിച്ച് അവരുടെ അദ്ദേഹത്തിന്റെ ബ്രദർ വന്നിട്ട് 25 ദിവസമായിട്ട് വെന്റിലേറ്ററാണ്. വളരെ സീരിയസ് ആണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എന്റെ ബ്രദർ വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അറിയിച്ചിരിക്കുന്നു. പിതാവ് ക്യാൻസർ പേഷ്യന്റ്, അദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി സൗഖ്യത്തിന് പ്രേംകേളയിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. തുടർമാനമുള്ള പ്രാർത്ഥനയുടെ ഫലമായി യേശു പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് നൽകി കൊടുത്തു എന്ന് മകൾ സുജ അവിടെ അറിയിച്ചിരിക്കുന്നു. മാനന്തവാടി ഒരു മാതാവ് ഇവിടെ വിളിച്ചു പറഞ്ഞ അവരുടെ 1.5 വയസ്സുള്ള കൊച്ചിന് വന്നിട്ട് ശ്വാസം എടുക്കുമ്പോൾ ലെൻസിന്റെ പ്രത്യേക സൗണ്ട് വരികയാണ്. വളരെ പ്രയാസത്തിലൂടെ കടന്നു വന്ന് മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പ്രേംകേള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം വീണ്ടും ഇവിടെ അറിയിച്ചു, പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ പ്രയാസങ്ങളെല്ലാം കർത്താവ് മാറ്റിയതായിട്ട്. ഇത് ബ്രദറിന് കോവിഡ് പോസിറ്റീവ് അപ്പോൾ തന്നെ ന്യൂമോണിയം വന്ന് വളരെ സീരിയസ് സ്റ്റേജിൽ അദ്ദേഹമായിരുന്നു. ഇത് പ്രീതയാണ് നമ്മെ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. പ്രേംകേള കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം എന്റെ ബ്രദറിന് നൽകി കൊടുത്തു എന്ന് അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നൊരു മാതാവ് അറിയിച്ച് അവരുടെ 11 വയസ്സുള്ള മകന് വന്നിട്ട് ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞത്. ആ ഓപ്പറേഷൻ വളരെ നല്ല രീതിയിൽ നടന്നു. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായി അറിയിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭവനത്തിലാകട്ടെ, ഹോസ്പിറ്റലിലാകട്ടെ, സൗഖ്യമില്ലാതെ ഇരിക്കുന്നവരുണ്ട്. അവരുടെ പൂർണ്ണ വിടുതലും സൗഖ്യത്തിനും പ്രാർത്ഥിക്കും. കഴിഞ്ഞ രാത്രിയിലും സുഖകരമായി ഉറങ്ങുവാൻ കഴിയാതെ വിഷമിച്ച അനേകം പ്രിയപ്പെട്ട അവർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അനുഗ്രഹത്താൽ എല്ലാവരും നിറയപ്പെടേണ്ടതിനായി നാം ചേർന്ന്
ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പ്രിയങ്കള കുടുംബങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക കർത്താവേ ഹോസ്പിറ്റലുകൾ, യാത്രയിൽ, ജോലി സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞവർ കർത്താവ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നുണ്ട് കർത്താവേ. ജീവിതത്തിലെ പല മേഖലകളിൽ കർത്താവ് പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, എന്റെ കർത്താവ് ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു, എന്റെ കർത്താവ് കാൽവരി കുരിശിൽ തികച്ചെടുത്ത ദൈവിക സൗഖ്യ കർത്താവേ, ഓരോ വ്യക്തികളിലേക്ക് വന്ന് എല്ലാവരും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. രാജ്യത്ത് നമ്മൾ പാർത്താലും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, യേശുവെ ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് പ്രേയിങ് കേരള. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷ. നമുക്കറിയാം, മാർച്ച് 1-ാം തീയതി മുതൽ 1-ാം തീയതി ആകുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ എന്നാ പറയുന്നത് ടെൻഷനും അസ്വസ്ഥതകളെ, ദൈവമേ മാർച്ച് വരാതിരുന്നു എങ്കിൽ എന്ന് പറയുന്ന അനേക പ്രിയപ്പെട്ടവർ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സീസൺ, ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തു തീർക്കാനുള്ളതൊക്കെ കൊടുത്തു തീർക്കണം. അവിടുന്ന് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാതെ നമ്മൾ മുങ്ങി നടക്കുകയല്ല, നമ്മൾ അഡ്രസ്സ് ഇല്ലാതെ നടക്കുകയല്ല, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നടക്കുകയല്ല. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും, ചെറിയ തുകയാകട്ടെ വലിയ തുകയാകട്ടെ, കൊടുത്തില്ലേ, എന്താ കോവിഡൊക്കെ വന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനല്ല, ദൈവ തിരുവെഴുത്ത് ആഗ്രഹിക്കുന്നത്, കാണിച്ചു തരുന്നൊരു നിലവാരം, നാം കൊടുക്കേണ്ടത് കൊടുക്കണം. അങ്ങനെയല്ലേ ബൈബിൾ കാണിച്ചു തരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ ഈ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കുറേ വലിയ തുകകളും ചെറിയ തുകകളും, ഫീസ് അടയ്ക്കാൻ, വീടിൻ്റെ ലോൺ അടയ്ക്കാൻ, മക്കളുടെ വിവാഹം നടത്തി കൊടുക്കുവാൻ, വസ്തു വാങ്ങിയതിൻ്റെ ബാക്കി കൊടുക്കാൻ, എന്ത് വേണ്ട ഒത്തിരി 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 കാര്യങ്ങൾ അവർക്ക് കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. ഇവർ തീരുമാനിച്ചത് അങ്ങ് ചത്തുകളയാമെന്നല്ല, അവർ തീരുമാനിച്ചത് യേശുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതകരമായ വഴി തുറന്നു കൊടുക്കും എന്ന് അവർ വിശ്വസിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തോട് ചേർന്ന് ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഈ പ്രാർത്ഥന എത്തുമ്പോൾ അവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് അതിശയകരമായ വഴികൾ തുറന്നു കൊടുത്തു. മകൻ MBBSന് സ്വകാര്യ കോളേജിലാണ് പഠിക്കുന്നത്. വലിയൊരു തുക അവന് ഫീസ് അടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിന് ഈ പിതാവിന് ഒരു വഴിയില്ലാതെ വന്നപ്പോൾ ആ പിതാവ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് 1/2/2021 നമ്മെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. വഴി ഇല്ലാത്തിടത്ത്, അതുമാത്രമല്ല ഇതിൻ്റെ സങ്കീർണത, മാർച്ച് മാസത്തിൽ അടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മോന് വന്നിട്ട് ഏപ്രിലോ മെയിലോ അടച്ചോ എന്ന് പറയുന്നതിലല്ല പ്രാധാന്യം. അവന് തേർഡ് ഇയറിൻ്റെ സെക്കൻഡ് ഇയർ എക്സാം എഴുതിക്കത്തില്ല ഫീസ് അടച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എരിയുന്ന തീക്കകത്ത് വീണ്ടും എണ്ണ കൂടെ ഒഴിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ കുഞ്ഞിൻ്റെ മുൻപോട്ടുള്ള പഠനം എങ്ങനെയെന്ന് ആ പിതാവ് ചിന്തിച്ച് ചങ്കുപൊട്ടുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് ചാകാനല്ല, പ്രേയിങ് കേരള കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഫിലിപ്പിയർ 4:19 എഴുതിയിരിക്കുന്നത്, എൻ്റെ യേശു എൻ്റെ ആവശ്യങ്ങൾ എല്ലാം നൽകിത്തരും. അങ്ങനെയല്ലേ സിനിമ വായിക്കുന്നത്? അതെ സാമ്പ്രദായ. വേറൊരു കുടുംബം നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്: അവരുടെ മകളുടെ വിവാഹ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി പ്രേയിങ് കേരളയിൽ അറിയിച്ചു. വിവാഹ കാര്യങ്ങളെല്ലാം ശരിയായി, പക്ഷേ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാനായിട്ട് അവരുടെ പണമില്ല. അവർ പറഞ്ഞിങ്ങനെയാണ്, ഒരു
കയ്യിലില്ല. ഈ സമയത്താണ് പ്രേയിങ് കേരളയിൽ ആ വിഷയം പ്രാർത്ഥിക്കേണ്ടി അറിയിച്ച് നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. ഡേറ്റ് ആയപ്പോൾ മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടന്നു. പിന്നീട് അമ്മയെ ആ കുടുംബം അവരെ അറിയിച്ചിങ്ങനെ ഒരു രൂപ പോലും കയ്യിലില്ലാതെ ഇരിക്കുമ്പോഴാണ് മകളുടെ വിവാഹം വന്നു. പക്ഷേ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു രൂപ പോലും കടമില്ലാതെ മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്തുവാൻ ദൈവം സഹായിച്ചു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രേയിങ് കേരള തുടങ്ങിയ ആദ്യത്തെ വർഷത്തിൽ 2013 സിനിമ നമുക്ക് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ടെലഫോണ് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ആ യുവാവിന് അവൻ ഇന്ന് ഇടാനുള്ള വസ്ത്രം വാങ്ങാനായിട്ട് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ നേരിടുന്നു. അവൻ കടയിൽ പോയി ഇന്നലെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വച്ചു, പക്ഷെ പണമില്ലാഞ്ഞതുകൊണ്ട് അത് കൊടുക്കാൻ വഹിയാതെ തിരികെ വന്നു. യേശു അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ ഒന്നിച്ച് ചേർന്ന് ആ സന്ദർഭത്തിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ പ്രേയിങ് കേരള കുടുംബം ഒന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ബില്ല് അവിടെ എനിക്ക് ഓർമ്മയുണ്ട്. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ആ പേയ്മെൻറ്റും എല്ലാം നടത്തി. വിവാഹവും ഏകദേശം കംപ്ലീറ്റ് ആയി. സോ ചുരുക്കത്തിൽ ഈ മകൻ്റെ ഫീസ് അടയ്ക്കുവാൻ വകയില്ലാതെ വന്നപ്പോൾ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അതിശയകരമായ വഴിയിൽ ദൈവം അത് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. 27-ാം തീയതി ഇവരുടെ വീട് ജപ്തിയായിരുന്നു. അതിൻ്റെ നോട്ടീസും ഒക്കെ കൊണ്ടുവന്ന് ആകെ നമുക്കറിയാമല്ലോ, ആ ഒരു രംഗം അവർക്കറിയാമല്ലോ. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്ക് വേറൊരു വീടുണ്ട്, അത് വിറ്റാൽ ഇപ്പോഴത്തെ ഈ കടങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ സാധിക്കും. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അത് എന്ന് പ്രാർത്ഥിച്ചു അന്ന് ആ വീട് വാങ്ങാൻ ആളിനെ കിട്ടി. 1, 2 മകന് ജോലിയില്ലാതെ ബോംബെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന സ്ഥിതിയിൽ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. നല്ല ജോലി മകന് അവിടെ കൊടുക്കുകയും ചെയ്തു. ഇത് വസ്തു വിൽക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി. കുമളിക്കാരായി ഇവർ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. വസ്തു വിൽക്കുക മാത്രമല്ല, ഉണ്ടായിരുന്ന വലിയ തുക കടം തീർക്കുവാനും ഇടയായി. മകളുടെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുമ്പോഴാണ് പ്രേയിങ് കേരള ചേർന്ന് ഈ പ്രാർത്ഥിക്കുവാൻ ഈ പിതാവ് അറിയിച്ചത്. അന്ന് തന്നെ സിനിമ അങ്ങനെ തന്നെ അല്ലേ എഴുതിയിരിക്കുന്നത്? എൻ്റെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി അന്ന് തന്നെ ഫീസ് അടയ്ക്കുവാൻ സാധിച്ചു. പ്രാർത്ഥിച്ചു അന്ന് തന്നെ. സോ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ വരുന്ന ഒരു വാചകമുണ്ട്, പേയ്മെന്റ്സ് എന്ന ഒരു വാക്ക് വരുന്നുണ്ട്. കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കണം. ആ കരങ്ങൾ ദൈവസന്നിധി ഒന്ന് ഉയർത്തി പ്രാർത്ഥി. കർത്താവേ, പുതിയ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കേണ്ട സിനിമ കൊടുക്കാനുള്ളത് മുഴുവൻ. ഒളിച്ചു നടക്കുന്ന ഒരു സ്വഭാവം, ഒരു ജീവിതശൈലി എനിക്ക് വേണ്ട, സിനിമതിന് വേണ്ട, താങ്കൾക്ക് വേണ്ട. ബൈബിൾ അത് കാണിച്ചു തരുന്നില്ല. കൊടുക്കാനുള്ളത് കൊടുക്കണം. കടങ്ങൾ ഉണ്ടാകാം. ആവശ്യത്തിന് മുമ്പിൽ നമ്മൾ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന്, സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന്, വീട്ടുകാരുടെ കയ്യിൽ നിന്ന്, കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ എടുത്തു എന്ന് വരാം. ബട്ട് ഗാഡ്, കർത്താവിൻ്റെ സന്നി പ്രാർത്ഥിച്ചു. ദൈവമേ, കൊറോണ വന്നതുകൊണ്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റാതെ പോയി. ഇന്നലെയും പ്രേയിങ് കേരളയിൽ ഞാൻ ടെലഫോൺ 81 അറ്റൻഡ് ചെയ്യുന്ന വേളയിൽ സിനിമതരെ പലരും പറഞ്ഞു, കോവിഡ് വരുന്നതിന് മുൻപ് വീടിന് വേണ്ടി ലോൺ എടുത്തതെല്ലാം ക്രമമായി അടച്ചുകൊണ്ടിരുന്നു. കോവിഡ് വന്നു കഴിഞ്ഞു. ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടതോടുകൂടെ ആ പേയ്മെൻറ്റുകളെല്ലാം മുടങ്ങിക്കിടക്കുന്നു. വണ്ടിയുടെ പേയ്മെൻറ്റ് മുടങ്ങിക്കിടക്കുന്നു. മകളെ കെട്ടിച്ചു വിടേണ്ടതിന് വേണ്ടി പണം എടുത്തതാണ്, പക്ഷേ അത് പറ്റുന്നില്ല കൊടുക്കാനായിട്ട്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ലോൺ എടുത്തതാണ്, അത് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ തിരിച്ച് കിട്ടാനുള്ളവരുണ്ട്, കൊടുക്കാനുള്ളവരുണ്ട്. സിനിമതരെ, നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഉന്നതന് ഉയർത്തെഴുന്നേറ്റവനുമായ ശാശ്വതവാസിയുമായ യേശു നമ്മുടെ തലയെ ഉയർത്തുന്ന ദൈവം, താങ്കളുടെ തലയെ ഉയർത്തുന്ന കർത്താവ്, താങ്കളുടെ തലയെ ഉയർത്തുന്ന കർത്താവ്. ഇന്നലെ കാനഡയിൽ നിന്ന് പഠിക്കാനായിട്ട് പോയ ഒരു മകൾ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് അവിടെ ചെന്നപ്പോഴേക്ക് 17-18 ലക്ഷം രൂപയായി. അവൾക്ക് ഇതുവരെ സ്ഥിരമായൊരു ജോലി ആയിട്ടില്ല. നാട്ടിലെ ലോണ് തിരിച്ച് അടയ്ക്കാനായിട്ട് നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു. മുൻപോട്ട് എങ്ങനെ പോകണം? ആറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ നടക്കുക, പക്ഷെ അതിൻ്റെ ഒന്നും നടക്കുന്നില്ല. മുഴുവൻ എന്ന സിനിമതരെ ഈ തളച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ആ കുട്ടി ആയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് എടുക്കാൻ കഴിയാതെ വളരെ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കത്തില്ലേ സിനിമതരെ? അതെ സമരം. അപ്പോൾ തന്നെ വസ്തു വാങ്ങുവാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്ത പല പ്രിയപ്പെട്ടവരുമുണ്ട്. ബാക്കി പണം കൊടുക്കുവാനോ ആ വസ്തു എഴുതിയെടുക്കുവാനോ പറ്റാതെ വിഷമിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. അതുപോലെ തന്നെ കടം പല പ്രിയപ്പെട്ടവരും കൊടുത്തിട്ട് തിരിച്ച് ലഭിക്കാതെ ആ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരും. അങ്ങനെ കൊടുത്ത പണം തിരിച്ചു കിട്ടിയെങ്കിൽ ഇപ്പോൾ ഇവർക്കുള്ള കടം വീട്ടുവാൻ സാധിക്കും. പക്ഷേ കിട്ടുന്ന ആ
ആ കിട്ടേണ്ട പണം കിട്ടുന്നില്ല, അതോർത്ത് വിഷമിക്കുന്നവരുണ്ട്. കിട്ടാക്കടം ഇങ്ങോട്ട് കിട്ടാനുള്ള ബാഡറ്റ്സ്, അത് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, ലോണിന്റെ കുടിശ്ശിക ഡിസംബർ 31 മുമ്പ് അടച്ചു തീർക്കണമായിരുന്നു. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇവരുടെ പക്കൽ ഈ കോവിഡും ഈ ജോലി നഷ്ടപ്പെടുകയും വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്ന ബിസിനസ്സും എല്ലാം മുടങ്ങിപ്പോയ ഈ സന്ദർഭത്തിൽ ഇവർക്ക് ഒരു വഴിയില്ല. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തു നോക്കിക്ക് ആ ലോൺ മുഴുവൻ അടച്ചു തീർക്കാനുള്ള വഴി യേശു തുറന്നു കൊടുത്തു. ഈ പകൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം ഉളവാകണം. പേയ്മെന്റ്സ് കൊടുക്കേണ്ടത് കൊടുക്കുന്ന ഒരു കേരളമായി മാറണം. കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. തല ഉയർത്തി ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും തല ഉയർന്നു തന്നെ നിൽക്കണം. അവർ നാണക്കേടിൽ ഇനിയും തല കുനിഞ്ഞു പോകരുത്. 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ട വന്ന സാഹചര്യത്തിലാണ് ഇത്. ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടായിരുന്നു. ഇതിപ്പോൾ കുറേ നാളുകളായിട്ടുള്ള ഒരു വിഷയമാണ്. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് അവരെ വിളിച്ചു പറഞ്ഞു, തലവടിക്കാരായി ഇവർ, ഇത് അത്രയും രൂപ എടുക്കാൻ ഇപ്പോൾ ഇല്ല. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ആണല്ലോ അവരെങ്ങനെ ചെയ്തത്. ആ 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ടിടത്ത് ഇവർ പറയും, ഇപ്പോൾ ഒരു 12,000 രൂപ കൊടുത്താൽ നമുക്കതങ്ങ് സെറ്റിൽ ചെയ്യാം, അപ്പം ബാക്കി പിന്നീട് മതി. യേശുവിന് നമ്മൾ ചിന്തിക്കാത്തൊരു വഴി നമുക്ക് വേണ്ടി ഇല്ല. സിനുവതന് മകന് 2 മാസമായിട്ട് ശമ്പളം കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. മുഴുവൻ ശമ്പളവും അദ്ദേഹത്തിന് കിട്ടുക മാത്രമല്ല, അതിൽ നിന്ന് ഈ പ്രാർത്ഥിച്ച ഈ കുടുംബത്തിന് ഇത് വേറെ വ്യക്തികൾ കൂടെ എത്തിച്ചു കൊടുക്കേണ്ടതിന് അന്ന് അവർ 20,000 രൂപ ഈ പ്രാർത്ഥനയുടെ ഒരു ദിവസത്തെ ചെലവിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ അയച്ചു തരികയും ചെയ്തു. ഈ യേശു എത്ര നല്ലവൻ. മുടങ്ങിക്കിടന്നത് ഇന്ന് നമ്മുടെ കയ്യിൽ വരണം. ആ കരങ്ങളൊന്ന് ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പറഞ്ഞ്, യേശുവേ, കൊടുക്കേണ്ടത് കൊടുക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. മക്കളെ കെട്ടിച്ചു വിട്ടതിൽ കുറച്ച് പൈസയൊക്കെ കൊടുക്കണ്ട, യേശു ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, അത് മുഴുവൻ കൊടുത്തു തീർക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. മൂത്ത മകൻ മാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ദൈവമേ, ആ മറ്റു മക്കളും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എടുക്കണം. ബാക്കി പേയ്മെന്റ്സ് ഒക്കെ അവരും കൂടെ കൊടുക്കുന്ന ഒരു വഴി എൻ്റെ കുടുംബത്തിൽ. ഒളിച്ചോട്ടമല്ല ദൈവമേ, മറഞ്ഞിരിക്കുന്ന സ്ഥിതിയല്ല കർത്താവ്, തലകുനിഞ്ഞിരിക്കുന്ന അവസ്ഥയല്ല ദൈവമേ. കൊടുക്കേണ്ടത് കൊടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞു, നിങ്ങളുടെ ഉള്ളം കലങ്ങി പോകരുത്, യേശുവിൽ വിശ്വസിക്കാം, മാത്രം ചെയ്യുക. നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അനേകരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട്, കർത്താവേ, ഹോസ്പിറ്റലിൽ ഇറങ്ങിപ്പോരുവാൻ പൈസ ഇല്ലാതെ പാഴപ്പെടുന്നല്ലോ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ബാങ്കുകൾ കർത്താവേ ലോൺ എടുത്തിട്ട് കർത്താവേ തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്നത്, കർത്താവേ, കാർഷിക മേഖലയിൽ കർത്താവേ ലോണുകൾ എടുത്ത് കർത്താവേ ഇന്ന് കാർഷിക വിളകൾക്ക് കർത്താവേ വില കിട്ടാതെ കർത്താവേ പ്രാർത്ഥിക്കുകയാണ്. അത് കർത്താവെ കൊടുത്തത് കർത്താവെ തിരിച്ചു ലഭിക്കാനുണ്ട്, അതുപോലെ കർത്താവെ തിരിച്ചു കൊടുക്കാനുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും കർത്താവെ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവെ തലകുനിക്കാതെ കർത്താവെ തലയെടുപ്പോടെ നിൽക്കാൻ കർത്താവെ അവിടെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഞങ്ങൾ വായിക്കുന്നത് പോലെ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോളം തീർത്തിരുന്ന കർത്താവെ അവിടുന്ന് ഞങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവിടുന്ന് പുതുവഴികൾ തുറക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സമര തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ തത്സമയമായിട്ട് പ്രേയിങ് കേരള എന്ന ശുശ്രൂഷ ഹാർവസ്റ്റ് ടിവിയിലും യൂട്യൂബിലൂടെ ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരും. പ്രത്യേകിച്ച് നമ്മൾ 6:15 കഴിയുന്ന സമയത്ത് നമ്മുടെ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. മികവിൻ്റെ ആത്മാവിനാൽ കർത്താവ് ആ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നു. പഠനത്തിൽ നല്ല ഉയർച്ച അവർക്ക് ലഭിക്കുന്നു എന്നുള്ള ആ സാക്ഷ്യങ്ങൾ അവർ നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എക്സാമുള്ള പല കുഞ്ഞുങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മെ അറിയിക്കുന്ന മരുമോൾ ബോംബെയിലാണ് OET എക്സാം നടക്കുന്നത്. അപ്പോൾ തന്നെ IELTS 3 തവണ എഴുതിയിട്ടും ആ മാൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് സുജ തിരുവല്ലയിൽ നിന്നും വിവരം അറിയിച്ചിരിക്കുന്നു. മകന് USA വിസ ലഭിക്കേണ്ടതിന് പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ച മിസ്സസ് അന്നമ്മയാണ് അടൂരിൽ നിന്ന് അത് ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മകൻ ജോലിക്ക് കയറുന്നു. അമേരിക്കയിലെ H-1B വിസയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആശങ്കകൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ വിവരങ്ങൾ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നുണ്ട്. സിൽവത നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ആ മകന് MBBS ഫീസ് അടയ്ക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ യേശു അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇവരുടെ മകന് MBAക്ക് ഫീസ് അടയ്ക്കാനായിട്ട്
വിഷമിക്കുമ്പോഴാണ് ചേർന്ന് പ്രേങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു. 2/3/2021 ഇത് ഇന്നലെ സിനിമ ഇത് അറ്റൻഡ് ചെയ്തത്, 2-ാം തീയതി അറ്റൻഡ് ചെയ്തത് അല്ലേ. എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ആ ഫീസ് മുഴുവൻ അടയ്ക്കാനുള്ള വഴി ഇന്നലെ എൻ്റെ സോഴ്സ്, എൻ്റെ ഉത്ഭവം അവിടുന്നാണ്, അവിടുന്ന് അല്ലാതെ എനിക്ക് തരാൻ ആരുമില്ല. അത് ആ യേശുവോട് തുറന്നു പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും ഉപരിയായ വഴികൾ കർത്താവിന് നമുക്ക് വേണ്ടി. മകളുടെ ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ല, വിഷമിക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് അവർ അറിയിച്ചിരിക്കുന്ന മകൻ UK-യിൽ OSCE എക്സാമിൻ്റെ സന്ദർഭത്തിൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. ഈ സന്ദർഭത്തിൽ പ്രേങ്കലയിൽ പ്രാർത്ഥന സഹായം തേടിയത് നല്ല സ്കോറോടുകൂടെ പാസ്സാകുവാൻ ഇടയായി. നമുക്കറിയാം സിനിമ 10th വിദ്യാർത്ഥികളുടെ മോഡൽ എക്സാം നടക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ കുട്ടികളുടെ ഫൈനൽ എക്സാം നടക്കാൻ പോകുന്നു. നമുക്കറിയാം എത്രയോ 1000 വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ സാധാരണഗതിയിൽ പ്രേങ്കലയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നേരിട്ട് വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും? മറ്റ് രോഗികളുടെ എണ്ണം വളരെയധികമായി വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ആളുകളും ഇവിടെ കുറവായിരിക്കുന്ന അന്തരീക്ഷത്തിൽ എങ്കിലും നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയെങ്കിലും നമുക്കത് ഫലപ്രദമായിട്ട് ഓരോ വ്യക്തിയിലേക്കും പ്രേയിങ് കേരള കുടുംബം എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ധാരാളം വിഷയങ്ങൾ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചുകൊണ്ടും ആളുകൾ വിളിക്കുകയും ചെയ്യുന്നു. സിനിമതരെ, അപ്പോൾ തന്നെ നമുക്കൊരു കുടുംബയോഗം ഈ മാസം ആദ്യമായിട്ട് ട്രിവാൻഡ്രം ജില്ലയിൽ വയ്ക്കുകയാണ്. സിനിമതരെ, അതേ സമൃദ്ധ, നമുക്ക് നേരത്തെ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ച ട്രിവാൻഡ്രം സത്യൻ മെമ്മോറിയൽ ഹാളിൽ നമ്മുടെ കുടുംബം ഉണ്ടായിരുന്നു. ഈ ലോക്ക്ഡൗൺ മുഖാന്തരം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കുടുംബയോഗമില്ലായിരുന്നു. പക്ഷേ ഈ വരുന്ന ശനിയാഴ്ച സത്യൻ മെമ്മോറിയൽ ഹാളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് നമ്മുടെ കുടുംബയോഗം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് പഴയതുപോലെ എല്ലാവർക്കും ഒന്നിച്ച് വരാൻ പറ്റത്തില്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ കടന്നു വരുവാനും, അപ്പോൾ തന്നെ അവിടുത്തെ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം നമ്മളത് പാലിച്ചുകൊണ്ട് തന്നെ ആ കുടുംബയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമതരെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ദയവായി അവിടെ വരരുത്. ഒരുപാട് കുടുംബങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മക്കളില്ലാതിരുന്നു. ദൈവം പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾ ലഭിച്ചു. അവർക്ക് വന്ന് മറ്റുള്ളവരുടെ മുൻപാകെ യേശുവിന് മഹത്വം കുടുംബമായിട്ട് അർപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്ന പല പ്രിയപ്പെട്ടവരും സൗഖ്യമില്ലാതെ, കോവിഡ് ഒന്നുമില്ല, പക്ഷെ മറ്റ് രോഗങ്ങളിലൂടെ ക്ഷീണാവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. അവർക്ക് ഒന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. എങ്കിലും അതും ഗവൺമെൻറ് വച്ചിരിക്കുന്ന ആ പ്രായപരിധിയെ ഒന്ന് പരിഗണിക്കുവാൻ, അതൊന്ന് പാലിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്ന പരമാവധി ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി. ഇതിന് രജിസ്ട്രേഷനോ ടോക്കൺ ഫീസോ ഒന്നും തന്നെ ഇല്ല. ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ടെലഫോണിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എത്ര രൂപയായിരിക്കും ടോക്കൺ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ? ഇല്ല. പ്രേയിങ് കേരള തുടങ്ങിയ നാൾ മുതൽ 2562 ദിവസം വരെ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ സഹോദരങ്ങളും ഈ ശുശ്രൂഷ താങ്കളോടുകൂടെ ചേർന്ന് ചെയ്യുമ്പോൾ 100% സൗജന്യമായിട്ട് ഈ ശുശ്രൂഷ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതിൽ ലോകത്തിൽ എങ്ങും പണം പിരിവിന് വേണ്ടി ഇന്നാരെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുവാൻ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലതാനും. ദൈവസന്നിധിയിൽ താങ്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കുമെന്ന് ദൈവത്തിരുവെഴുത്ത് മനസ്സിലാക്കിക്കുന്നു എങ്കിൽ പ്രേയിങ് കേരള കുടുംബത്തോടും കർത്താവ് തന്നിരിക്കുന്ന നിർദ്ദേശം അതുതന്നെയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കത്രേ വേണ്ടുന്നത്. കർത്താവ് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. സിനിമ അതുകൊണ്ട് ടോക്കൺ ഉണ്ടോ? നമ്മൾ പ്രേയിങ് തുടക്ക സമയത്ത് തന്നെ ദൈവം നമുക്ക് തന്ന ഒരു ആലോചന ഇങ്ങനെയായിരുന്നു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾ സൗജന്യമായി നൽകി കൊടുക്കണം. ഈ ശുശ്രൂഷ എത്രത്തോളം സൗജന്യമായി ആൾക്കാരുടെ അടുക്കൽ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം സൗജന്യമായി എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. സിനിമ അത് സൗജന്യമാകാൻ കാരണം മുമ്പ് നമ്മൾ കേട്ടില്ലേ, ലഭിക്കാതിരുന്നൊരു നന്മ ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവ് അത് അവർക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോട് നമ്മളോ ആരും പറഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവ് അവർക്ക് നിർബന്ധം കൊടുത്തതുകൊണ്ട് അവർ ആ 20,000 രൂപ അന്ന് പ്രേയിങ് കേരള ശുശ്രൂഷയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ കുടുംബാംഗങ്ങൾ മറുഭാഗത്ത് ഇല്ലായ്മയിൽ, ആശുപത്രിയിൽ പോകാൻ വെച്ചിരുന്ന പണം, മരുന്നിന് വെച്ചിരുന്ന പണം, ഇൻഷുറൻസ് അടയ്ക്കാൻ വെച്ചിരുന്ന പണം, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആനന്ദ് ചെയ്ത കാര്യം, അവന് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടയ്ക്കാനായിട്ട് അപ്പൻ
പണം കൊടുത്തു വിട്ടു. അവൻ അവിടുന്ന് വരുമ്പോൾ പ്രേം കേരളയുടെ കുടുംബയോഗം നടക്കുക. ആ കുഞ്ഞ് അവൻ അവിടെ കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷമായിട്ട് ആ ഫീസ് അടയ്ക്കാനുള്ള തുക അവൻ അവിടെ കൊടുത്തിട്ട് പോയി. ദൈവം മാനിക്കുന്നു നോക്കി അവൻ പോലീസ് ജോലിയിലേക്ക് അവന് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. എക്സാം എഴുതി പാസ്സായിട്ട് 30, 34 വയസ്സ്, 8, 10, 14 PSC ടെസ്റ്റുകളൊക്കെ പാസ്സായി എല്ലാത്തിലും മുൻപിലും റാങ്കിലും ഒക്കെ വന്നിട്ടും ജോലി കിട്ടാതിരിക്കുമ്പോൾ 22 വയസ്സിലോ മറ്റോ അവൻ പോലീസിൽ പ്രവേശിച്ചു. അവൻ അന്നും ഇന്നും പറയുന്ന വാക്ക് ഇത്, അന്ന് പ്രേം കേരളയിലേക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കാനുള്ള ഫീസ് കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഇന്നും ഞാൻ അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ തപ്പിത്തിരിയുന്ന ഒരു യുവാവായി തുടരുമായിരുന്നു. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അവിടെ ചെയ്ത് ദൈവവചനത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ ജീവിതത്തിലേക്ക് സജീവമായി തീരുവാൻ അനുവദിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. കർത്താവ് അതിശയങ്ങൾ പ്രവർത്തിക്കും. സോ ഫീസില്ല, ടോക്കണില്ല, രജിസ്ട്രേഷൻ ഫീസില്ല. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം ആദ്യം വരിക, ആദ്യം പോവുക. ദാറ്റ് ഈസ് ഓർഡർ ദാറ്റ് വി മെയിൻറ്റെയിൻ എവറി ടൈം. ആരും ഇടയ്ക്ക് വന്ന് കയറാതെ ആ സമയത്ത് വരിക, വേഗം പ്രാർത്ഥിക്കുക. നമ്മളൊരു 4-5 മിനിറ്റ് കൊണ്ട് അവിടുന്ന് ഒരാളെ പ്രാർത്ഥിച്ച് വിടുവാനുള്ള രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്യും. നമ്മൾ ഇരുന്ന് ചായ കുടിച്ച് സംസാരിച്ച് ഒന്നും ഇരിക്കത്തില്ല. വരിക, പ്രാർത്ഥന വിഷയം എഴുതി വെക്കുക, ഉടൻ തന്നെ പോവുക, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു നല്ല പേപ്പറിനകത്ത് പേരും ഫോൺ നമ്പറും സ്ഥലവും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതിയും കൂടെ വരാൻ സാധിച്ചാൽ എത്രയോ വേഗത്തിൽ നമുക്ക് അവിടുന്ന് പോകാനായിട്ട് സാധിക്കും. സിരുവദ്ര ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, തിരുവല്ലയിൽ നിന്ന്, ഇന്നലെ എറണാകുളത്തു നിന്ന്, ഇന്നലെ കണ്ണൂരിൽ നിന്ന്, കൊല്ലത്തു നിന്ന് ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെയാ ചോദിക്കുക, എന്നാ ഞങ്ങളുടെ കാര്യം പരിഗണിക്കുന്നത്, പ്രേം കേരള എന്നാ ഞങ്ങളുടെ സ്ഥലത്ത് വരുന്നത്. അതിൽ നമ്മുടെ കോശിച്ചായൻ മാത്രം വിളിച്ചു പറഞ്ഞ എൻ്റെ പൊന്നു സഹോദര, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മീറ്റിംഗ് വെക്കണ്ട. താങ്ക് യു കോശിച്ചായ. ആ ഉത്തരവാദിത്വം എടുത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൂടുതൽ അറിയാവുന്നത് കൊണ്ട് മാത്രമല്ല, ഇന്നലെ തിരുവല്ലയിലെ എബ്രഹാം അങ്കിള് വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ ഉടനെ പത്തനംതിട്ടയിൽ മീറ്റിംഗ് വെക്കണ്ട എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. താങ്ക് യു ഫാദേഴ്സ്. നിങ്ങളുടെ ആ വലിയ ഉത്തരവാദിത്വത്തിനും ആ കരുതലിനും ആ ശ്രദ്ധയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി ദീർഘായുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെ പരിപാലിക്കട്ടെ. വി സിൻസിയർലി അപ്രീഷിയേറ്റ് യുവർ റെസ്പോൺസിബിലിറ്റി. താങ്കളുടെ ആ ഉത്തരവാദിത്വത്തിന് നന്ദി പറയുന്ന എബ്രഹാം അങ്കിൾ ഉപയോഗിച്ചൊരു വാക്ക്, കുടുംബയോഗം നടത്തുന്നത് നമുക്ക് നല്ലതാണ്, പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് ഈ പ്രാർത്ഥന ടെലിവിഷനിലൂടെ യൂട്യൂബിലൂടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സിനിമത്രേ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ നാളെ നമുക്ക് ഈ പ്രാർത്ഥന കിട്ടുകയില്ല. ഇതിപ്പോൾ നടക്കുന്നതാ, കനൽമേൽ ചുട്ട അട ഇപ്പോൾ നടക്കുന്നതാ. ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥി സമൂഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകിയ കൊച്ചുമകൾ BDSന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. മിസ്റ്റർ തോമസ് അറിയിക്കുന്നതിൻ്റെ പിതാവ് അഭിമാനത്തോടെ അറിയിക്കുന്നത് കേൾക്കോ. പ്രാർത്ഥനയുടെ ഫലമായി യേശുവിൻ്റെ അനുഗ്രഹത്താൽ ഫസ്റ്റ് റാങ്കോടുകൂടെ മകൾക്ക് പാസ്സാകുവാൻ ഇടയായി എന്ന് 3/2/2021 അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പിതാവ് ഇത് അറിയിച്ചിരിക്കുന്നത്. താങ്കളുടെ തല ഉയർത്തുവാൻ യേശു മതിയായവനാ. ആ മക്കള് പലരും അരമാർഗിന് തോറ്റുപോയവരുണ്ട്. ഇനിയും ഞാൻ ആയുസ്സിൽ ജയിക്കത്തില്ലെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇല്ല, അതല്ല വാസ്തവം. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. ചേർന്ന് വിദ്യാർത്ഥി സമൂഹത്തിനായി പ്രാർത്ഥിക്കേണ്ട സിനിമ. തീർച്ചയായിട്ടും സാമ്രാജ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പല മക്കളും പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ പണ്ടത്തെ നല്ല മികവ് കർത്താവ് അവർക്ക് നൽകി കൊടുക്കുന്നു. അവരുടെ സ്വഭാവത്തിൽ വന്ന എത്രയോ മാറ്റങ്ങളെ കുറിച്ച് പ്രേം കേരളയിൽ നമുക്ക് തെളിവുണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്ക് ദീപു ബ്രദർ ടെലഫോണിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടെലഫോൺ ഒന്ന് കണക്ട് ചെയ്തിട്ട്. ഹലോ സാമ്രേ, എന്തുണ്ട് ദീപു ബ്രദറെ വിശേഷം? ബ്രദറെ സന്തോഷമായിട്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ദീപ ബ്രദറെ, നമ്മൾ സംസാരിക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എഡ്യൂക്കേഷൻ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് കോളേജുകൾ, യൂണിവേഴ്സിറ്റി ഒക്കെ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട സ്കൂളുകളിലായിരിക്കുന്നവർ പഴയതുപോലെ ഒരു നല്ല അന്തരീക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. 168 മില്യൺ വിദ്യാർത്ഥിനികളുടെ ഭാവി
സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുന്നതിനാൽ ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു എന്ന് യുണിസെഫ് UNICEF എന്ന പേരിലുള്ള ആ ഓർഗനൈസേഷൻ ഇന്നലെ ഒരു വാർത്ത പുറത്തുവിട്ടത് രാത്രിയിൽ എൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെയുള്ള സംഘടനകൾ വെല്ലുവിളികളോടുകൂടെ അത് ആശങ്കകളോടുകൂടെ കാണുമ്പോൾ നമ്മുടെ ഭാവി കോവിഡല്ല തീരുമാനിക്കുന്നത്, സാഹചര്യമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഉന്നതനും ഉയർത്തെഴുന്നേറ്റവനും ശാശ്വതവാസിയുമായ കർത്താവാണ് എങ്കിൽ, യേശുവാണ് എങ്കിൽ ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖലയും കുട്ടികളെയും അർപ്പിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദീപു ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. അതേ കർത്താവെ, പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവകരങ്ങളിലേക്ക് സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്ന നിമിത്തം, കോളേജുകൾ അടഞ്ഞു കിടക്കുന്ന നിമിത്തം കർത്താവെ ആശങ്കയിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട് കർത്താവെ. ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇതിന് അവിടുന്ന് ഒരു പരിഹാരം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടികളുണ്ട് കർത്താവെ. അവൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ. അങ്ങയുടെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിവേകത്തെ കർത്താവെ അവരിലേക്ക് പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബുദ്ധിവൈകല്യം കടന്നു പോകുന്ന കുട്ടികളുണ്ട് കർത്താവെ. ഓട്ടിസം നിമിത്തം വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. പഠന വൈകല്യം നിമിത്തം വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ജ്ഞാനം അവരുടെ മേൽ വരട്ടെ കർത്താവെ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നു. അവർ രാജ്യത്തിന് അഭിമാനമായി മാറട്ടെ കർത്താവെ. ഭവനങ്ങൾക്ക് അവർ മാറട്ടെ കർത്താവെ. അവർ പഠിക്കുന്ന സ്കൂൾ എല്ലാ ഇടങ്ങളിലും കർത്താവെ അവർ അഭിമാനമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നട്ടലിന് തേയ്മാനം, പിടലിക്ക് തേയ്മാനം, കാൽ നിലത്തുകുത്താൻ പറ്റാത്ത അവസ്ഥ. തങ്കച്ചായ, അങ്ങനെ ഒരു വ്യക്തിയുടെ സ്ഥിതി എത്ര ദാരുണമായിരിക്കും. ഇവർ ചികിത്സകൾ പലത് തേടി ഒരു പ്രയോജനവും ഇല്ലാതെ വരുമ്പോഴാണ് പ്രേയിങ്കളെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്ന് അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ദൈവവചനത്തിൽ ചില വാക്യങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ അതിന് തൊട്ട് മുമ്പായി രോഗികളുടെ സൗഖ്യത്തിനായി തങ്കച്ചായ, ഞാൻ ഇന്നലെ 81 അവസാനിക്കുന്ന ഫോണിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന തുരുതുരെ ഇഷ്ടംപോലെ വ്യക്തികൾ, അതിൽ എനിക്ക് തോന്നുന്നു 2 or 3 പേര് മാത്രമേ ജോലികാര്യം പറയും, ബാക്കി എല്ലാം രോഗികളുടെ വിവരങ്ങളാണ്. എൻ്റെ ബ്രദറെ, വയ്യ ബ്രദറെ, സ്വസ്ഥതയില്ല, സമാധാനമില്ല, വേദന തിന്നു മടുത്തു, ഇങ്ങനെ എന്തിനാ ദൈവം എന്നെ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രാത്രിയായപ്പോൾ ഇവിടെ വന്ന് ടെലഫോൺ ഞാൻ അതിൽ പാസ് ചെയ്യുമ്പോൾ ആ ടെലഫോൺ കേട്ടിട്ട് അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് 15 വർഷങ്ങൾക്ക് മുൻപ് ഷുഗർ 500, 600 ആ റേഞ്ചിലാണ്. ഇവർക്ക് ആരോഗ്യം ഉള്ളൊരമ്മയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരത് ശ്രദ്ധിച്ചില്ല. പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ അതായിരുന്നു റേഞ്ച്. അതോടൊപ്പം തന്നെ ഹൈ കൊളസ്ട്രോൾ, തൈറോയിഡ് കൂടുതൽ. ഇവരങ്ങനെ മരുന്ന് കഴിച്ചിട്ടുള്ള വ്യക്തിയല്ല, ദൈവം അവർക്ക് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലുണ്ടായി ഈ 15 വർഷങ്ങൾ അവർ അതുമായിട്ട് വലിയ ഇഷ്ടംപോലെ മരുന്നുകളും ഒത്തിരി യൂണിറ്റ് കൂടുതലുള്ള ഇൻസുലിനും ഷുഗറിനുള്ള മറ്റു മരുന്നുകളും തൈറോയിഡിനുള്ള മരുന്നുകളും. അപ്പോൾ അവർ പറഞ്ഞു ഒരു കൈ മരുന്ന് വീതമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേയിങ് കേരള അവരുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു. സന്ദർഭവശാൽ അവർക്ക് കിട്ടിയത്. അപ്പോൾ അവരത് ചേർന്ന് പങ്കെടുക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇവിടെ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ വെളിച്ചത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം അടുത്ത ആഴ്ച പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പഴയതിനേക്കാളും പിന്നെയും കൂടി തന്നെ നിൽക്കുക. ഈ അമ്മയ്ക്കങ്ങ് ഭയങ്കര നിരാശയായി. ഞാൻ മാത്രം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം എന്താ മറുപടി ഇല്ലാത്ത എന്നിട്ട് ഈ അമ്മ ചെയ്തത് മറ്റു പലരോടും ഈ പ്രേയിങ് കേരളയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രേയിങ് കേരളയിൽ വിളിച്ചു പറയുന്നു. അപ്പോൾ തന്നെ അമ്മ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ട് ഈ അമ്മയും കൂടെ അവർക്ക് വേണ്ടി രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ച് സൗഖ്യമായി. പക്ഷേ ഈ അമ്മയുടെ സ്ഥിതി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. തങ്കച്ചായ, മാനസികമായിട്ട് വലിയ തകർച്ച, പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ഇല്ലാത്തത് എന്ന് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന വന്നപ്പോൾ ആ അമ്മ തീരുമാനിച്ചു, ഞാൻ
വിഷയങ്ങളെല്ലാം എഴുതി വെക്കുക. ഹൈ ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ്, മറ്റ് പിന്നെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ BP ക്കുള്ള മരുന്ന് എന്ന് വേണ്ടി ഇതെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ ജനുവരി മാസത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വലിയ മാറ്റം ശരീരത്തിൽ അനുഭവിച്ചു. ഫെബ്രുവരി മാസത്തിൽ ഉപവാസ പ്രാർത്ഥനയിലും ഈ അമ്മ ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വിളിച്ച വിവരം അറിയിക്കുമ്പോൾ തന്നെ ഈ അമ്മ ചെയ്ത് അവരും ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അവരുടെ വിഷമങ്ങളും എഴുതി വെച്ച് ആ 3 ദിവസങ്ങളും ദൈവസന്നിധിയിൽ ബാക്കി എല്ലാ തിരക്കും മാറ്റിവെച്ച് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഈ അമ്മ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം 100% നോർമൽ. ഇന്നലെ രാത്രിയിൽ ആ അമ്മ ഇവിടെ വിളിക്കുമ്പോൾ ആ ടെലഫോൺ, ഞാൻ വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ആ ടെലഫോൺ എടുത്തത്. തങ്കച്ചായ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു, ഞാൻ അത് പറയാനാ വന്നത്. ഇന്ന് യേശു പ്രവർത്തിക്കില്ലേ തങ്കച്ചായ? തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്റെ അടുക്ക വരുന്നവരെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്കൊന്നിച്ച് ഒരു അമ്മ അയച്ചിരിക്കുന്ന ഒരു ശബ്ദം കേൾക്കാം. ഹലോ, ഞാൻ തിരുവല്ലായി നന്നമ്മ തോമസ് വിളിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. മോന് ബിനു, ഷേർലി, ശമുവേൽ, സ്റ്റീഫൻ. ബിനുവിന് കോവിഡിൻ്റെ പ്രയാസം കൊണ്ട് ടെസ്റ്റ് ഇതുവരെ നെഗറ്റീവായി നോക്കിയിട്ടില്ല. അവനെ ഭയങ്കര തലവേദന. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പൂർണ്ണ സൗഖ്യം, അത് ഇപ്പോഴല്ല നേരത്തെ ഉണ്ട്. മിക്ക സമയങ്ങളും തലവേദനയാണ്. ദൈവം ഒരു പൂർണ്ണ സൗഖ്യം അവന് കൊടുക്കാനായിട്ട്. ഷേർലിക്ക് അല്പം ആശ്വാസമുണ്ട്. ശമുവേൽ മോൻ ഇന്നലെ വലിയ പ്രയാസമായിരുന്നു, ഇന്ന് ആശ്വാസമുണ്ടെന്ന്. കൊച്ചു സ്റ്റീഫന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊണ്ടവേദനയും പനിയുണ്ട്. എല്ലാ വിഷയവും ദൈവസന്നിധിയിൽ വെക്കുന്നു, നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥന ഷെയർ ചെയ്യുന്നു. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നന്ദി. വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്ക് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തങ്കച്ചായ, ഇത് ഒരു അമ്മ, വീട്ടിൽ 4 മക്കളുണ്ട്. 4 മക്കളെയും അനുഗ്രഹിച്ചിരിക്കുന്നത് കോവിഡ് കൊണ്ടാണ്. അവരനുഭവിക്കുന്ന ദുരിതം ഇവരുമായിട്ട് കഴിഞ്ഞ ദിവസം ടെലഫോണിൽ ഞാൻ സംസാരിച്ചിരുന്നു. ഇത് കൂടാതെ ഒരു അപ്ഡേറ്റും കൂടെ അവർ തന്നിരിക്കും. ഇതുപോലെ പല വീടുകളിലും വീട്ടിനകത്ത് എല്ലാവരും കോവിഡ് നിമിത്തം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിഷമിക്കുന്നവരുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം വേണ്ടത്. തങ്കച്ചായ, 4 പേരുടെ പേരും ബിനു, ഷേർലി, സ്റ്റീഫൻ, സാമുവൽ, അവർക്ക് സൗഖ്യമാകേണ്ടത്. തകച്ച നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പരിപൂർണമായ സൗഖ്യത്തെ അവർക്ക് നൽകിക്കൊടുക്കുക. ഇവർ ഡൽഹിയിൽ നമുക്ക് പണ്ട് കുടുംബയോഗം നടന്ന സന്ദർഭത്തിൽ ഇവർ വന്നു. ഇവരുടെ വിഷയം 6-7 വർഷങ്ങളായി വിവാഹ ജീവിതത്തിൽ മക്കളില്ല. ഇവർ 2 പേരും മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഒരുപാട് ചികിത്സകൾ ഇവർ ചെയ്തു. അപ്പോൾ ലാസ്റ്റിൽ കണ്ടെത്തിയത് ഇവർക്ക് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ പരിഹാരം ഇവർക്ക് ചെയ്യുവാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ ഇനിയും മരുന്നിന് പോയിട്ട് പ്രയോജനമില്ല എന്ന് അവരെ ചികിത്സിച്ച ഒരു ഡോക്ടർ തന്നെ അറിയിച്ചപ്പോഴാണ് യൗവനക്കാരായ ഈ ദമ്പതികൾ വളരെ വിഷമിച്ചിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് അവരുടെ പേരൻസോ മറ്റോ വിളിച്ചു പറഞ്ഞു, പ്രേയിങ് കെല്ലറുടെ കുടുംബയോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ആകെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്, ഡൽഹി YMCA അത് നടന്നിട്ടുള്ളൂ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം അവിടെ വന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഇപ്പോൾ 6 മാസം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞു അവർക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ആ കുഞ്ഞിന് പ്രാർത്ഥിച്ച പ്രവർത്തിക്കുന്ന കർത്താവിന് നന്ദി പറയും. ഞാനത് പറഞ്ഞത്, ഏത് അസാധ്യതയിലൂടെ നമ്മൾ പോയാലും യേശുവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് കർത്താവ് പ്രവർത്തിക്കില്ലേ തങ്കച്ചായ? തീർച്ചയായിട്ടും കഴിയും. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്ന ലൂക്കോസിന്റെ 1:37 ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. കാല് പഴുത്തു, ഷുഗർ വളരെ കൂടുതൽ, വർഷങ്ങളായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്ന വ്യക്തി ആൻസി. എന്നിട്ട് ഈ കാല് പഴുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് മുറിച്ച് കളയണമെന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേയിങ് കെല്ലർ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് മറ്റാരോ അവരോട് പറഞ്ഞു കൊടുത്തു. തങ്കച്ചായ, ഇവിടെ ഒരു പ്രാർത്ഥന വിഷയം വരുമ്പോൾ എന്ത് സംഭവിക്കും തങ്കച്ചായ? നമുക്കിവിടെ പ്രാർത്ഥനാ വിഷയം എഴുതാൻ ഇതുപോലെ ഒരു ഫോം ഉണ്ട്. ആ ഫോമിൽ ആദ്യം അവർ വിളിക്കുന്നവരുടെ പേര് നമ്മൾ മുഴുവനായിട്ട് എഴുതുന്നു. അതിനുശേഷം അവർ ഏത് സ്ഥലത്തിൽ നിന്നാണ് വിളിക്കുന്നത്, ഒരു ജില്ലയല്ല, ജില്ലയ്ക്കകത്ത് തന്നെ ഇത് ആ സ്ഥലത്തിന്റെ പേര് എഴുതുന്നു. അതിനുശേഷം ഫോൺ നമ്പർ എഴുതുന്നു. അതിന് താഴെ വന്ന് നമ്മൾ ആ പ്രാർത്ഥനാ വിഷയം എഴുതുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഹോട്ടലിൽ അത് വെക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളുടെ കർത്താവേ,
വർഷങ്ങളായിട്ട് ചികിത്സയിലൂടെ പോകുന്ന ഒരു വ്യക്തിയായത്. അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റും അതിനടുത്ത ടെസ്റ്റുകളും ഇതിങ്ങനെ ജീവിതശൈലിയായിട്ട് ഇന്നും അനേക ലക്ഷം ആളുകൾ ഇതേപോലെ പോകുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ വാക്കുകളൊക്കെ ഒത്തിരി പ്രതീക്ഷ നൽകുന്നതാണ്. ഈ ഡോസ് മരുന്ന് കഴിയുമ്പോൾ, ഇന്ന ചികിത്സയുടെ കഴിയുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാകും. അവർ ആ വലിയൊരു ഉറപ്പ് നൽകിയ ആ ചികിത്സകൾക്ക് ആളുകൾക്ക് വിധേയരാക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചികിത്സിക്കുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല മിക്കവരുടെയും റിപ്പോർട്ടുകൾ വരുന്നത്. പീപ്പിൾ ഗോ ഫ്രം ബാഡ് ടുവേഴ്സ്, ദുഷിച്ച അല്ലെങ്കിൽ ദുസ്ഥിതിയിൽ നിന്ന് അതിനേക്കാൾ താഴ്ന്ന സ്ഥിതിയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ ഇവരും അങ്ങനെ തന്നെ ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആശുപത്രിയിൽ വെച്ച് പ്രേയിങ് കേരളയെക്കുറിച്ച് അറിഞ്ഞോ, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. അങ്ങനെയല്ലേ തങ്കച്ചായ? പ്രേയിങ് കേരളയ്ക്ക് അല്ലാതെ എന്ത് പ്രാധാന്യം? യാതൊരു പ്രാധാന്യമില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കുന്നു. അനേകർ അറിയുന്നത് ഐസിയുന്റെയും ഐസിയുവിന്റെ മുമ്പിലെ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലെ ലേബർ റൂമിന്റെ ഒക്കെ നിൽക്കുമ്പോൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് മറ്റുള്ളവർ ചെന്ന് അവരുടെ നമ്പർ പറയുന്നു, ഈ നമ്പർ വിളിക്കുവാൻ പറയുന്നു, വിളിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ അന്നേരം ഒരു പ്രാർത്ഥനയ്ക്ക് ഈ ആശുപത്രിയിൽ ഇരിക്കുമ്പോഴാണ് പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷമായിട്ട് ഒന്ന് രണ്ട് ടെസ്റ്റുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ആ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സ്കാൻ ഇനിയും അത്യാവശ്യം. അപ്പോൾ അതിനടുത്ത ദിവസം വരണം. ഇവർ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും പ്രേയിങ് കേരളയിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കണം. ആ ടെസ്റ്റിലും എനിക്ക് റിപ്പോർട്ട് വരുമ്പോൾ എല്ലാം നോർമൽ ആകണം. പ്രാർത്ഥന സഹായം തേടി കർത്താവ് ചെയ്ത് നോക്കിക്ക് എല്ലാത്തിലും നോർമൽ റിപ്പോർട്ടാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം വന്നിരിക്കുന്നത്. അവർ വർഷങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് അതിശയിക്കുക, ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. അങ്ങനെയെങ്കിൽ ഈ സന്ദർഭത്തിൽ രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് അതിശയകരമായ സൗഖ്യം അവർക്ക് നൽകി കൊടുക്കും. നമ്മൾ ഒന്നിച്ചു ചേർന്ന് രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രിയങ്കേല കുടുംബങ്ങൾ ഒന്നിച്ച് കർത്താവ് ഒരു രോഗിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി സൗഖ്യം വിടുതലും ഓരോരുത്തർക്കും അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, സർജറി കഴിഞ്ഞവരുണ്ട്, സർജറിക്ക് വിധേയരാകുന്നവരുണ്ട്, കർത്താവ് പല ടെസ്റ്റിന് കർത്താവ് പോകുന്നവരുണ്ട്, ടെസ്റ്റ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കടന്നു പോകുന്ന ശാരീരികമായ രോഗത്തിനും മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണം, സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യം, ബലവും ദീർഘായുസ്സും എല്ലാവർക്കും ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. കൂട്ടുകാരി നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ്, മുംബൈയിൽ നിന്ന് മോളി ഈ പ്രാർത്ഥന വിഷയം ഇന്നലെ വിളിച്ച് അറിയിച്ചത്. ആ ടെലഫോൺ 81 വന്നത്. അപ്പോൾ ഞാൻ ആ ടെലഫോൺ ആ സന്ദർഭത്തിൽ അറ്റൻഡ് ചെയ്തത്. 16 വയസ്സുള്ള മകളുടെ മാറിൽ ഒരു തടിപ്പ്, അതേ തുടർന്ന് ഒത്തിരി പ്രയാസത്തിലൂടെ, മാനസിക സംഘർഷത്തിലൂടെ അവർ കടന്നു പോകുന്നു. ആ മകൾക്ക് പരിപൂർണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഞാൻ ഇതുവരെ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത വ്യക്തിയാണ്. ധാരാളം പരീക്ഷകൾ എഴുതി, ഒന്നിലും വിജയിക്കാനായില്ല. എല്ലാം പരാജയത്തിൽ അവസാനിച്ചു. എനിക്കിപ്പോൾ 33 വയസ്സായി. പരീക്ഷകൾക്ക് പരിമിതികൾ ഉണ്ട്. ഇനിയും പരീക്ഷ എഴുതാൻ പരിമിതികളുണ്ട്. വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അവസാന പരിശ്രമം എന്ന നിലയിൽ OET പരീക്ഷയും കഴിഞ്ഞ ഒക്ടോബർ 24, 2020 എഴുതി. പക്ഷേ അതിലും പരാജയപ്പെട്ടു. OET പരീക്ഷ ഫീസ് തന്നെ ഭീമമായ തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതും എഴുതുവാൻ ഞാൻ പരിശ്രമിച്ചു. മാർച്ച് 6 രണ്ടാമതും ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഈ പരീക്ഷയിലെങ്കിലും വിജയിച്ചില്ല എങ്കിൽ മുന്നോട്ടിനി എന്താകും എന്ന് എനിക്ക് അറിയില്ല. സാമ്പത്തികമായി സഹായം, പരീക്ഷ എഴുതുവാൻ ഈ ആവശ്യത്തിന് ആരും പണം തരില്ല. എൻ്റെ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ എക്സാം എഴുതി പാസ്സായി എവിടെങ്കിലും ചെന്നൊരു വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പ്രിയ സഹോദരനും പ്രേയിങ് കേരള കുടുംബാംഗങ്ങളും ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ മാനിച്ച് പേര് വിവരങ്ങൾ ഒഴിവാക്കട്ടെ. സാമ്പത്തികമായി വിഷമിക്കുന്നു. തങ്കച്ചാ, ഇന്നലെ അദ്ദേഹം അറിയിച്ചിരിക്കുന്ന ഈ വിവരം 33 വയസ്സുള്ള ഒരു യുവാവിൻ്റെ PSCയുടെ ഒരു കത്തിൽ കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടാണ് വായിച്ചത്. ഒരുപാട് ടെസ്റ്റുകൾ എഴുതി, ഇതിനകത്തെല്ലാം അദ്ദേഹമുണ്ട്. ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്നാ പറയുന്നത് OET ഈ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. തങ്കച്ച, ഇതുപോലെ വിഷമിക്കുന്ന ഒരുപാട് ലക്ഷം ആളുകൾ
ലോകരാജ്യങ്ങളിലുണ്ട്. അവർക്ക് ഒരു മറുപടിയുമില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഹോൾ ടിക്കറ്റ് ഞാൻ സ്ക്രീനിലേക്ക് നൽകി തരാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഒന്ന് ഒഴിവാക്കിക്കൊള്ളട്ടെ. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളിലും കർത്താവ്, ഇതിപ്പോൾ 6-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നത് ഈ മകന് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദൈവത്തിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ മേൽ വരട്ടെ. ആ ടെസ്റ്റ് വരുന്നത് വരെയല്ല, ഇപ്പോൾ യേശുവിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ മേൽ കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് നടക്കുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ തങ്കച്ചായ? സാമുദായിക വിവാഹം നടക്കുന്നവരുണ്ട്, എൻഗേജ്മെന്റ് നടക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകുന്നവർ, പല ഓപ്പറേഷൻ വിധേയരാകുന്നുണ്ട്, യാത്ര പോകുന്നുണ്ട്, ടെസ്റ്റുകൾ പോകുന്നുണ്ട്, അതുപോലെ കാർഷിക മേഖലയിൽ ജോലികൾ ആരംഭിക്കുന്നവർ, ബിസിനസ് തുടങ്ങുന്നവരൊക്കെ ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് പറയാറുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിൽ ജോൺസ് ചായന് ടെലഫോണിൽ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഹലോ ജോൺസ് ചായ. കേൾക്കുന്നുണ്ട് സാമ്പവരെ. ജോൺസ് ചായ, നമ്മൾക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു OET എഴുതാൻ പോകുന്ന 33 വയസ്സുള്ള ഒരു യുവാവിൻ്റെ വിവരമാണ്. അദ്ദേഹം എഴുതിയ കത്ത് എൻ്റെ പക്കലുണ്ട്. ഇത് വായിക്കും. ഇന്നലെ ഞങ്ങളിത് വായിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പിടിച്ചു നിർത്തുന്ന പോലെ ഒരു സന്ദർഭം. കാരണം നമ്മൾ ഈ 33 വയസ്സിലൊക്കെ പോയിട്ടുള്ളവരല്ലേ, എങ്ങും എത്തിയിട്ടില്ലാതെ നിൽക്കുന്ന ഒരു യുവാവ്. ഇതുപോലെ ഒരു വ്യക്തി മാത്രമല്ല, ലോകത്തിൽ എത്രയോ ലക്ഷം യൗവനക്കാർ ഇതുപോലെ വിഷമിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അവരുടെ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി നടക്കും. ഇന്ന് കൃഷി ചെയ്യുന്നവരുണ്ട്, കാർഷിക മേഖലയിൽ പല പണികൾ തുടങ്ങുന്നവരെ, അപ്പോൾ തന്നെ പുതിയ ബിസിനസ് തുടങ്ങുന്നവരുണ്ട്, വ്യവസായങ്ങൾ തുടങ്ങുന്നവരുണ്ട്, ഇന്ന് യാത്ര പോകുന്നവരുണ്ട്, ഇന്റർവ്യൂവിന് പോകുന്നവരെ, മെഡിക്കലിന് പോകുന്നവരെ, ഓപ്പറേഷൻ വിധേയരാകുന്നവരൊക്കെ ഇവിടെ അറിയിക്കുന്നുണ്ട്. നെല്ലിന് വിലയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി കർഷകർ പ്രൈം കേരളയിലേക്ക് വിളിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു തീരുമാനം നല്ലതായിട്ട് ഉണ്ടാകേണ്ടതിന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കണം. ആവർത്തന പുസ്തകം ജോൺസ് ചായ, നമ്മൾ ദൈവ തിരുവഴുത്തിൽ നിന്ന് ആവർത്തന പുസ്തകം 28:8 നമ്മൾ വായിക്കാൻ പോകുക. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് തങ്കച്ചാൻ വായിച്ചാട്ട്. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തുടർന്ന് എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജോൺസ് ചായൻ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട്. അതെ കർത്താവെ, ഞങ്ങൾ ഒരു ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ കർത്താവ്. ആ വിശ്വാസത്തോടെ കർത്താവ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് 33 വയസ്സുള്ള മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇന്ന് വരെ മകൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ജ്ഞാനവും ബുദ്ധിയും അവന് കൊടുത്ത് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിജ്ഞാനത്താൽ മകൻ നിറയപ്പെടണം. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് മഹിമ കണ്ട സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കും. കർത്താവ് ആ സാക്ഷി കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാദേവ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന് വാക്ക് തന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് കർത്താവ് ഇന്ന് നടക്കുന്ന ഓരോ വിഷയങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് വിവാഹം നിശ്ചയിക്കുന്നവരുണ്ട്, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങളെ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവ് ഭവനം പണിയാൻ ഇന്ന് തുടങ്ങുന്നവരുണ്ട്. കർത്താവ് ആ ഭവനത്തിന്റെ പണികളെല്ലാം കൃത്യസമയത്ത് പൂർത്തിയാക്കുവാൻ അങ്ങ് ആ പണിക്ക് മേൽനോട്ടം വഹിച്ച് അങ്ങ് ആ പണി തീർക്കുവാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തു വാങ്ങുന്നവരുണ്ട് കർത്താവ്, അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നവരുണ്ട്. കർത്താവ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ് അങ്ങ് അവർ കൈകണ്ട പ്രവർത്തനം സാധ്യമാക്കണം. അവർ തുറന്നു നോക്കി സാധ്യമാക്കി. കർത്താവ് പുതിയ എഗ്രിമെന്റുകൾ വെച്ചിരിക്കുന്നവരുണ്ട്. കർത്താവ് പുതിയ കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് ഇന്ന് ഇന്റർവ്യൂ നടക്കുന്നവരുണ്ട്. കർത്താവ് അവർക്ക് ബുദ്ധി ജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിൽ പോകുന്നവരെ, വിവിധ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ നോക്കിയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് അവർക്ക് സൗഖ്യം ബലവും കൊടുക്കണം. അങ്ങ് അവരെ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ കാണുവാൻ കേൾക്കുവാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് കൃഷി തുടങ്ങുന്നവരുണ്ട്. കർത്താവ് വിവിധ മേഖലകളിൽ കർത്താവ് ഏർപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ബാങ്കിൽ പോകുന്നവരുണ്ട്, ജപ്തി ഒഴിവാക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ് അവർ ബാങ്കുകളിൽ ചെല്ലുമ്പോൾ നല്ല വ്യക്തികളെ അവരുടെ മുമ്പിൽ ആക്കി കൊടുക്കണം. കർത്താവ് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ദോഷമായിട്ടുള്ളത് ഒന്നും സംഭവിക്കാതെ അങ്ങ് അവരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് TC വാങ്ങാൻ സ്കൂളിൽ പോകുന്നവരുണ്ട്, വിവിധ വിഷയങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്ന ഏർപ്പെടുന്നവരുണ്ട്. എല്ലാവരും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ, വിശ്വസ്ത ഓരോ മേഖലകളിലും എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
103 verse number 4 says, He redeems your life from destruction. He crowns you with loving kindness and tender mercies. 103 സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. Book of Genesis chapter 26 speaks about an young man who was going through destruction, famine and problems in life. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ക്ഷാമത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ ഒരു യൗവനക്കാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Genesis chapter 26 verse number 1 says, There was a famine in the land besides the first famine that was in the days of Abraham. ഈ 26-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായ മുമ്പത്തെ ക്ഷാമം പോലെ തന്നെ വേറെ ഒരു ക്ഷാമവും കൂടി അവിടെ ഉണ്ടായി. So this young man, when he was a child, he had gone through a famine. ഈ യുവാവായിരിക്കുന്ന മനുഷ്യൻ ഒരു കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഒരു ക്ഷാമത്തിലൂടെ പോയവനാണ്. Now he is an youngster about 40 years old. Again the same famine had come back. എന്നാൽ ഏകദേശം 40 വയസ്സ് പ്രായമായി യുവാവായിരുന്ന സമയത്ത് തന്നെ വീണ്ടും അതേ ക്ഷാമത്തിന്റെ അനുഭവത്തിലൂടെ അവൻ കടന്നു പോകുന്നു. How had he responded to that famine when it has come back to him? അവനിലേക്ക് ഈ രണ്ടാമത്തെ പ്രാവശ്യവും ക്ഷാമം കടന്നു വന്നപ്പോൾ അവൻ അതിനെ എങ്ങനെയായിരിക്കാം നേരിടുക? Usually people think, I am going to kill myself. ഒന്നുകിൽ ആളുകൾ ചിന്തിക്കും, ഞാൻ നശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കും, or I will get destroyed in this famine. അല്ലെങ്കിൽ ഞാൻ ഈ ക്ഷാമത്തിൽ ഞാൻ നശിച്ചു പോകും. But what Isaac did was he sowed in the land where there was famine. എന്നാൽ ഈ ഇസ്ഹാക്ക് ചെയ്തെന്തെന്നറിയാമോ? ക്ഷാമം ഉണ്ടായിരുന്ന ആ ദേശത്തു തന്നെ അവൻ വിതച്ചു. Verse number 12 says that Isaac sowed in that land and he reaped in the same year 100-fold, and the Lord blessed him. ഉൽപ്പത്തി 26:12 ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. When there was famine, there was no rain, no water, no irrigation facilities, but still this young man decided, my blessing doesn't come from the ground. My blessing doesn't come from the situations. My blessing always come from the Lord God Almighty, who made the heavens and the earth. എന്നാൽ ഈ യുവാവ് വിശ്വസിച്ച എന്താണെന്നറിയാമോ? ഒരിക്കലും നിലമല്ല. കാരണം അവിടെ ക്ഷാമമാണ്, വെള്ളമില്ല, മഴയില്ല, അനുകൂല സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ നിലത്തു നിന്നല്ല തന്റെ അനുഗ്രഹം വരുന്നത്, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായവങ്കിൽ നിന്നാണ് എന്റെ അനുഗ്രഹം വരുന്നത് അവൻ വിശ്വസിച്ചു. No wonder why Jesus said, the violent takes the kingdom by force. ആമേൻ. യേശു പറഞ്ഞത്, ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ബലാൽക്കാരികൾ സ്വർഗ്ഗരാജ്യത്തെ ബലാൽക്കാരനെ പിടിച്ചെടുക്കുന്നു. I am speaking to someone tonight or today that you are the man for this hour. You are the woman for this hour. Though there is global pandemic, all kinds of destructive measures of the enemy is hovering over you. Still, if you trust in the Lord now and ask Jesus to bless the work of your hands, I promise you, you will prosper in the land where you are living right now, in this same year and time and season. ഈ പകൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ഞാൻ ചില കുടുംബങ്ങളോട്, വ്യക്തികളോട് ഇങ്ങനെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ഈ സമയത്ത് നിങ്ങൾ നശിച്ചു പോവുകയല്ല, നിങ്ങൾ ജീവിതത്തിൽ തളർന്നു പോവുകയല്ല. നിങ്ങൾക്ക് എവിടെയാണോ ക്ഷാമം അനുഭവിക്കുന്നത് ആ ദേശത്തു തന്നെ ദൈവം നിങ്ങൾക്ക് വലിയ ഉയർച്ചയും വലിയ വിടുതലും നൽകി തരുവാനിടയാകും. Same God who blessed Isaac and the work of his hands. Amen. Bible says he went on prospering. Amen. He went on prospering. Yes. In the midst of famine. He went on prospering. He became famous. Amen. He became very great. Hallelujah. And kings were coming towards Amen. him. It is nothing but the work of the living God. ആമേൻ. വചനം പറയുന്നത് ആ ഇസ്ഹാക്കിന്റെ കരങ്ങളെ, അല്ലെങ്കിൽ അവന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കി തീർത്തു. ക്ഷാമത്തിൽ അവൻ നശിച്ചു പോയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു, അവൻ സമ്പന്നനായി തീർന്നു എന്നാണ്. 103 verse number 4 says, he
redeems your life from destruction. ആമേൻ. 103-ന്റെ 4-ാമത്തെ വാക്യത്തിൽ അവൻ നിന്നെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നെന്ന് എഴുതുന്നു. Let's pray. Father God, I pray that Jesus will abide in me, bless me and make me a blessing, oh God. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവിടുന്ന് ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ മറ്റുള്ളവർക്ക് അവിടുന്ന് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. Prosper me just as you have prospered Isaac in the midst of famine, oh God. യേശു കർത്താവേ, അതെ ഇസഹാക്കിനെ അവിടുന്ന് എങ്ങനെ അനുഗ്രഹിച്ചോ അതുപോലെ തന്നെ ഈ മഹാമാരിയുടെ കാലത്ത് ഈ ക്ഷാമത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ. ഉപവാസ പ്രാർത്ഥന അടുത്ത വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കാൻ പോകുക. രാവിലെ 6 മുതൽ 7 വരെയുള്ള ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ 12 വരെയും അടുത്ത ശനിയാഴ്ച 13-ാം തീയതിയിൽ 10 മുതൽ 12 വരെയും ആയിരിക്കും നടക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും യേശുവിൽ അർപ്പിച്ച വിശ്വാസം നമുക്ക് ബോധ്യമാകേണ്ടതിന് നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് അനുഗ്രഹിച്ച് ഉപയോഗിക്കാറുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ന്റെ 14-ഉം 15-ഉം തിരുവെഴുത്തുകൾ വായിക്കുന്നത്, നിങ്ങൾ രോഗികളായിരിക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തുന്നു, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കാൻ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ 13 വർഷങ്ങളായി എനിക്ക് ഉറക്കമില്ല, വൈഫ് ഉപേക്ഷിച്ചു, ജോലി നഷ്ടപ്പെട്ടു, പേരൊഴിവാക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി കരങ്ങളിൽ എല്ലാ സാധനങ്ങളും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ പ്രവർത്തികളെ സാധ്യമാക്കി കൊടുക്കുന്ന എന്റെ കർത്താവ് സകലത്തെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന അനുഗ്രഹയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് അനേകം പ്രിയപ്പെട്ട ബർത്ത്ഡേ വെഡിങ് അനുസരിച്ച് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ഹസ്ബൻഡ് ഫിലിപ്പ് മാത്യുവിന്റെ 72ാമത്തെ ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് മിനിഷി അറിയിച്ചിരിക്കുന്നത് 15ാമത്തെ ബർത്ത്ഡേ ആണ്. ലില്ലി മാത്യു അറിയിക്കുന്നത് മകൻ ഡേവിഡിന്റെ ബർത്ത്ഡേ ആണെന്ന്. അന്നമ്മ വാട്സ്ആപ്പ് അയക്കുന്ന സഹോദരി ബെറ്റിയുടെ 48ാമത്തെ മകൾ ജ്യോതിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഇത് രാഗിണി തിരുവങ്കകുളത്ത് നിറഞ്ഞ സഹോദരിയുടെ മകൾ ശാന്തിയുടെ 15ാമത്തെ മകൻ ആൻഡോയുടെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ മബലിക്കര നിറച്ചിരിക്കുന്നത് ഇന്ന് 27ാമത്തെ മകൾ ബർത്ത്ഡേ. സൗമ്യയുടെ ബർത്ത്ഡേ ആണെന്ന്. ഷീജ ബാലരാംപൂരിൽ നിറച്ചിരിക്കുന്നത് മകൻ എബിന്റെ 9ാമത്തെ മകൻ ബർത്ത്ഡേ. സനൽ തോമസിന്റെ തിമോത്തിയുടെ ബർത്ത്ഡേ ആണ്. ജോയ്സ് പോൾ തൃശ്ശൂർ നിറച്ചിരിക്കുന്നത് കൊച്ചുമകളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഈഡൻ. ഇത് സുബിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. മേരിക്കുട്ടി നിറച്ചിരിക്കുന്ന കൊച്ചുമൻ ആരോന്റെ 2ാമത്തെ ബർത്ത്ഡേ. ആൻ മറിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. മകൾ പ്രിൻസിയുടെ 36th ബർത്ത്ഡേ ആണെന്ന് ഗെയിൻ ബീന അറിയിക്കുന്നത് ഇന്ന് ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകേണ്ടതിന് നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഞങ്ങൾ എഴുതിയെടുത്തത് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളുടെ സംസ്ഥാനത്തെ അനുഗ്രഹിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ച് തലയെ അവിടുന്ന് ഉയർത്തും. ലോർഡ്, യു വിൽ ബ്ലസ് എവരിവൺ, ഓണർ എവരിവൺ, ഓ ഫാദർ, യേശുവിൻ നാമത്തിൽ. ബിലവഡ്, യു ആർ ബോൺ ടു ബി എ വിന്നർ ഓൾവേസ് ഇൻ ജീസസ്. എന്നും യേശുവിൻ വിജയാളിയാകുവാൻ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുമ്പോൾ